ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ആദരാഞ്ജലി അർപ്പിച്ച് രാജ്യം. അനുശോചനമറിയിച്ച രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. മുൻ പ്രധാനമന്ത്രിയോട് ആദരസൂചകമായി രാജ്യത്ത് 7 ദിവസത്തെ ദുഃഖാചരണം. ഇന്നത്തെ സർക്കാർ പരിപാടികൾ റദ്ദാക്കി. ഇന്ത്യൻ ബാങ്കുകളുടെ ലാഭത്തിൽ തുടർച്ചയായി 6ാം വർഷവും പുരോഗതി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി ടൌൺഷിപ്പ് നിർമ്മാണത്തിന് സർക്കാർ കണ്ടെത്തിയ എസ്റ്റേറ്റ് ഭൂമികൾ ഏറ്റെടുക്കാമെന്ന് ഹൈക്കോടതി. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് കേരളം ജമ്മു കശ്മീരിനെയും മേഘാലയ സർവീസസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. മുൻ പ്രധാനമന്ത്രിയും സാമ്പത്തിക വിദഗ്ധനും കോൺഗ്രസ് നേതാവുമായ ഡോക്ടർ മൻമോഹൻ സിംഗിന് ആദരാഞ്ജലി അർപ്പിച്ച് രാജ്യം. വീട്ടിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ഇന്നലെ രാത്രി 8 മണിയോടെയാണ് ഡൽഹി എയിംസിലെ അടിയന്തര ചികിത്സാ വിഭാഗത്തിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. എന്നാൽ 9:51 അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഏതാനും മാസങ്ങളായി ആരോഗ്യസ്ഥിതി നല്ല നിലയിലായിരുന്നില്ല. ഗുർശരൺ കൌറാണ് ഭാര്യ. 3 പെൺമക്കളുണ്ട്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖം രേഖപ്പെടുത്തി. വിദ്യാഭ്യാസ വിചക്ഷണനും ഭരണതന്ത്രജ്ഞനുമായ അപൂർവം രാഷ്ട്രീയക്കാരിൽ ഒരാളായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പരിഷ്കരിക്കുന്നതിലും മികച്ച സംഭാവനകൾ നൽകി. രാജ്യത്തെ സാമ്പത്തിക രംഗം മാറ്റിമറിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പറഞ്ഞു. സമുന്നതനായ നേതാവിന്റെ നിര്യാണത്തിൽ രാജ്യം ദുഃഖിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബിജെപി ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ ജെ.പി. നദ്ദ, കോൺഗ്രസ് നേതാക്കളായ ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ, ശ്രീ രാഹുൽ ഗാന്ധി എന്നിവരും അനുശോചിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും അനുശോചനം രേഖപ്പെടുത്തി. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ രാജ്യത്ത് 7 ദിവസത്തെ ദുഃഖാചരണം. ഈ ദിവസങ്ങളിൽ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. സംസ്കാരം നടക്കുന്ന നാളെ വിദേശത്തെ എല്ലാ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളിലും ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഇന്നത്തെ എല്ലാ സർക്കാർ പരിപാടികളും റദ്ദാക്കിയിട്ടുണ്ട്. സമ്പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാകും സംസ്കാരം. സാമ്പത്തിക പ്രതിസന്ധി ഘട്ടങ്ങളിൽ ലോകം കാതോർത്തിരുന്ന ശബ്ദമായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിന്റേതെന്ന് മുൻ രാജ്യരക്ഷാമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ A.K. ആന്റണി അനുസ്മരിച്ചു. ലോക നേതാക്കന്മാർ അവർ രാഷ്ട്രങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഏറ്റവും കാതോർത്തത് മൻമോഹൻ സിംഗിന്റെ അഭിപ്രായങ്ങളായിരുന്നു. പ്രധാനമന്ത്രിയായ അദ്ദേഹം ആരും ചിന്തിക്കാത്ത അതിശയകരമായ ഒരുപാട് പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകി. അദ്ദേഹത്തിന്റെ 10 വർഷത്തെ ഭരണകാലത്ത് പാവങ്ങൾക്ക്, സാധാരണക്കാർക്ക്, ഇടത്തരക്കാർക്ക് അനുകൂല പരിഷ്കാരങ്ങളിൽ ഏറ്റവും വലിയ പരിഷ്കാരം ഭക്ഷ്യ സുരക്ഷാ നിയമമാണ്. രാഷ്ട്രീയ എതിരാളികൾ അദ്ദേഹത്തെ വേട്ടയാടിയപ്പോൾ രാജ്യ താൽപര്യങ്ങൾ നിറവേറ്റുന്നതിലായിരുന്നു അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് ഡോക്ടർ മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ച് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി TKA നായർ ആകാശവാണി വാർത്തകളോട്. സ്വന്തം താല്പര്യങ്ങളൊന്നുമില്ലാതെ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ച മഹാനായ മനുഷ്യനായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിന്റെ വിനയശീലവും പ്രവർത്തന ശൈലിയും ആളുകളുമായിട്ട് അദ്ദേഹം പെരുമാറുന്ന രീതിയും ഒക്കെ മാതൃകാപരമായിരുന്നു. ഒരിക്കലും മറക്കാത്ത രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്ന് ചരിത്രം ഓർക്കും. ഇന്ത്യയുടെ സാമ്പത്തിക ഉദാരവൽക്കരണ നയരൂപവൽക്കരണത്തിൽ നിർണായക പങ്കുവഹിച്ച ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇന്ത്യയുടെ നവസാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ശില്പിയായ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പൊതുചെലവ് അവലോകന സമിതി മുൻ അധ്യക്ഷ പ്രൊഫസർ ഡോക്ടർ മേരി ജോർജ് ആകാശവാണി വാർത്തകളോട്. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ 10 വർഷക്കാലത്തെ പ്രധാനമന്ത്രി പദം, അതിനു മുൻപുണ്ടായിരുന്ന 5 വർഷക്കാലത്തെ ധനമന്ത്രി പദവി, ഈ പദവികൾ ഇന്ത്യയുടെ സുവർണ കാലഘട്ടത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. 1990-91 മുൻപ് 1947 മുതലുള്ള 43 വർഷം ശരാശരി GDP ഗ്രോത്ത് 3.3% മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ 8% വളർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അങ്ങനെ ഇന്ത്യയെ താഴ്ന്ന വളർച്ചാ നിലവാരത്തിൽ നിന്ന് ഉയർന്ന വളർച്ചാ നിലവാരത്തിലേക്ക് കൊണ്ടുവന്നു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്രമന്ത്രിയും ബിജെപി ദേശീയ അധ്യക്ഷനുമായ ജെ.പി. നദ്ദ എന്നിവർ ഡൽഹിയിൽ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വസതിയിലെത്തി ഭൌതിക ശരീരത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചു. കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ ഡൽഹിയിലെ വസതിയിലെത്തി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭൌതികദേഹത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. മൻമോഹൻ സിംഗിനോട് ആദരസൂചകമായി കോൺഗ്രസിന്റെ 7 ദിവസത്തെ എല്ലാ പരിപാടികളും റദ്ദാക്കിയതായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. സ്ഥാപക ദിനാഘോഷങ്ങൾ ഉൾപ്പെടെ
പരിപാടികളും എല്ലാ പ്രക്ഷോഭ പരിപാടികളും ജനസമ്പർക്ക പരിപാടികളും ഇതിൽ ഉൾപ്പെടുന്നതായി അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യൻ ബാങ്കുകളുടെ ലാഭത്തിൽ തുടർച്ചയായി 6ാം വർഷവും പുരോഗതി. നിഷ്ക്രിയ ആസ്തികൾ മാർച്ച് മാസാവസാനം 2.7% കുറഞ്ഞു. 13 വർഷത്തെ കുറഞ്ഞ നിരക്കാണിത്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി ടൌൺഷിപ്പ് നിർമ്മാണത്തിന് സർക്കാർ കണ്ടെത്തിയ എസ്റ്റേറ്റ് ഭൂമികൾ ഏറ്റെടുക്കാമെന്ന് ഹൈക്കോടതി. നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരം എസ്റ്റേറ്റ് ഉടമകൾക്ക് നൽകണമെന്നും ടൌൺഷിപ്പായി എസ്റ്റേറ്റ് ഭൂമി അളന്നു തിട്ടപ്പെടുത്തുന്നതിന് സർക്കാരിന് വേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്നും ഹൈക്കോടതി വിധിയിൽ പറഞ്ഞു. നഷ്ടപരിഹാരത്തിൽ തർക്കമുണ്ടെങ്കിൽ എസ്റ്റേറ്റ് ഉടമകൾക്ക് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാമെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടു. വയനാട് പുനരധിവാസത്തിന് ഭൂമി ഏറ്റെടുക്കാമെന്ന ഹൈക്കോടതി വിധി സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾ ശരിവെക്കുന്നതാണെന്ന് മന്ത്രി കെ രാജൻ. പുനരധിവാസം വൈകിയിട്ടില്ലെന്നും കോടതി വിധി മനുഷ്യന്റെ ഹൃദയം അറിയുന്നതാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് കേരളം ജമ്മു കശ്മീരിനെയും മേഘാലയ നിലവിലെ ചാമ്പ്യന്മാരായ സർവീസസിനെയും നേരിടും. പശ്ചിമബംഗാളും മണിപ്പൂരും സെമി ഫൈനലിൽ കടന്നിട്ടുണ്ട്. ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയുടെ 4ാം മത്സരത്തിൽ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 1ാം ഇന്നിംഗ്സിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 160 റൺസ് എടുത്തിട്ടുണ്ട്. 6 വിക്കറ്റ് നഷ്ടത്തിൽ 311 എന്ന നിലയിൽ 2ാം ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ഓസ്ട്രേലിയയുടെ 1ാം ഇന്നിംഗ്സ് 474 റൺസിന് അവസാനിച്ചു. ക്രിസ്മസ് ദിനത്തിൽ വീട്ടിലെത്തിയ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനിൽ നിന്നും മധുരം സ്വീകരിച്ചതിൽ അപാകതയില്ലെന്ന് തൃശൂർ മേയർ MK വർഗീസ്. സാമാന്യ മര്യാദയാണ് കാട്ടിയതെന്നും അദ്ദേഹം പറഞ്ഞു. മുൻമന്ത്രി VS സുനിൽകുമാറിന്റെ വിമർശനത്തോട് പ്രതികരിക്കുകയായിരുന്നു മേയർ. ഇന്ന് നടത്താനിരുന്ന കോഴിക്കോട് ജില്ലാ കേരളോത്സവത്തിന്റെ ഭാഗമായ കലാമത്സരങ്ങൾ തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. അന്തരിച്ച MT വാസുദേവൻ നായരോടുള്ള ആദരസൂചകമായാണ് കലോത്സവം മാറ്റിയത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തും സംസ്ഥാന യുവജന ക്ഷേമ ബോർഡും സംയുക്തമായി നടത്തുന്ന ജില്ലാ കേരളോത്സവത്തിന്റെ സ്റ്റേജ് തര മത്സരങ്ങൾ ഇന്നു മുതൽ. അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രധാന വേദി. ജില്ലയിലെ 11 ബ്ലോക്ക്, 9 മുനിസിപ്പാലിറ്റി, കണ്ണൂർ കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ നിന്നായി 3000-ഓളം മത്സരാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് നടത്താനിരുന്ന സ്റ്റേജ് തര മത്സരങ്ങളുടെ ഉദ്ഘാടന ചടങ്ങ് മാറ്റിവെച്ചു. തൃശൂർ കളക്ടറേറ്റിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:30 നടത്താനിരുന്ന വിവരാവകാശ കമ്മീഷൻ സിറ്റിംഗ് മാറ്റി. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെയും MT വാസുദേവൻ നായരുടെയും നിര്യാണത്തെ തുടർന്നാണ് നടപടി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. നവീകരിച്ച CPI ആസ്ഥാന മന്ദിരമായ MN സ്മാരകത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടന്നു. മന്ത്രി GR അനിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പാർട്ടി പതാക ഉയർത്തി. കഴിഞ്ഞ വർഷം മേയിൽ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനാണ് നവീകരണത്തിന് തുടക്കമിട്ടത്. 2018 പ്രളയത്തെ തുടർന്ന് മുടങ്ങിയ പമ്പ സംഗമം ഇപ്രാവശ്യം പുനരാരംഭിക്കും. ജനുവരി 12 വൈകിട്ട് 4 മണിക്ക് ദേവസ്വം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. നടൻ ജയറാം വിശിഷ്ടാതിഥിയാകും. ആധ്യാത്മിക സാംസ്കാരിക സംഗമം എന്ന നിലയിലാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. പ്രളയത്തെ തുടർന്ന് മുടങ്ങിയ പമ്പ സംഗമം തുടർന്നുള്ള വർഷങ്ങളിൽ കോവിഡ് കാരണവും നടന്നിരുന്നില്ല. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ 55ാം സംസ്ഥാന സമ്മേളനം ഇന്നു മുതൽ മറ്റന്നാൾ വരെ ആലപ്പുഴയിൽ നടക്കും. വൈകിട്ട് 7-ന് സമ്മേളനം PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്യും. നാളെ ഡോക്ടർ ജേക്കബ് സക്കറിയ സ്മാരക ഒറേഷ്യൻ അവാർഡ് സമർപ്പണ സമ്മേളനം നടക്കും. മറ്റന്നാൾ പൊതുയോഗവും ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും സ്ഥാനാരോഹണ ചടങ്ങും നടക്കും. ആധുനിക ചികിത്സാ രീതികളെക്കുറിച്ച് ക്ലാസുകളും അത്യാധുനിക ഉപകരണങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെയും കാണക്കാരി, മാഞ്ഞൂർ, കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്തുകളുടെയും സാമ്പത്തിക സഹായത്തോടെ മാഞ്ഞൂർ ക്ഷീരവികസന യൂണിറ്റിന്റെ പരിധിയിലുള്ള ക്ഷീര കർഷകർക്കായി നടപ്പാക്കുന്ന സമഗ്ര കന്നുകാലി ഇൻഷുറൻസ് പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ആദരാഞ്ജലി അർപ്പിച്ച രാജ്യം. അനുശോചനം അറിയിച്ച രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. മുൻ പ്രധാനമന്ത്രിയോട് ആദരസൂചകമായി രാജ്യത്ത് 7 ദിവസത്തെ ദുഃഖാചരണം. ഇന്നത്തെ സർക്കാർ പരിപാടികൾ റദ്ദാക്കി. ഇന്ത്യൻ ബാങ്കുകളുടെ ലാഭത്തിൽ തുടർച്ചയായി 6ാം വർഷവും പുരോഗതി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി ടൌൺഷിപ്പ് നിർമ്മാണത്തിന് സർക്കാർ കണ്ടെത്തിയ എസ്റ്റേറ്റ് ഭൂമികൾ ഏറ്റെടുക്കാമെന്ന് ഹൈക്കോടതി. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് കേരളം ജമ്മുകശ്മീരിനെയും മേഘാലയ സർവീസസിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.